ഗെയ്സ് എന്താണ് സംഭവം? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട MLA, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട MLA ഒളിവിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതിന് ഉത്തരം പറയേണ്ടത്? ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ആരാണ് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരം പറയുക? ആരാണ് ഇദ്ദേഹത്തിന് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത്? എവിടെ നിന്നാണ് സംരക്ഷണം ഒരുക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിൽ കേസ് വന്ന ഉടനെ തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാതെ എന്തിനാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 9ാം നാളും ഒളിവിൽ. എത്ര നാൾ ഇങ്ങനെ ഒളിവിൽ തുടരും? എടോ പിണറായി വിജയൻ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിൽപ്പവർ എവിടെ പോയി? രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പ്രശ്നം എന്താണ്? അറിയാത്തവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. അറിയാത്തവർക്കായി ഷോർട്ടായിട്ട് ഒന്ന് പറയാം. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ ഒരു സഹായം തേടിയെത്തിയ യുവതിയെ, ആ സഹായം തേടിയെത്തിയ യുവതിക്ക് ഭർത്താവുമായിട്ട് ഒരു ഭിന്നത ഉണ്ടായിരുന്നു. തന്നെ സഹായമായി അഭ്യർത്ഥിച്ചു വന്ന യുവതിക്ക് ഭർത്താവുമായിട്ട് ഭിന്നത ഉണ്ടായിരുന്നു. ഭർത്താവുമായി ഭിന്നത ഉണ്ടായിരുന്ന സ്ത്രീയെ മോഹിപ്പിച്ച് ഈ MLA ആയിട്ടുള്ള അദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി ഈ സ്ത്രീക്ക്. ഈ MLA അവരുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഈ സ്ത്രീയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഈ സ്ത്രീയുമായിട്ട് MLA ബലാത്സംഗം ചെയ്തു. പലതവണ ബലാത്സംഗം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ഈ സ്ത്രീ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ടും വീണ്ടും ബലാത്സംഗം ചെയ്തു. ഒടുവിൽ അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിനെ ക്രൂരമായി ഗർഭചിത്രം ചെയ്തു, ഭ്രൂണഹത്യ ചെയ്തു, ഗർഭചിത്രം ചെയ്ത് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം. ഇതാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഇപ്പോൾ നിലവിലുള്ള കേസ് വാർത്തകളിലായിട്ട് ചർച്ചയിലായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഈ കുട്ടിയോടുള്ള സങ്കടം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ വാർത്താ ഏജൻസികൾ ഇങ്ങനെ കടന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് ന്യൂസ് ഉണ്ടാക്കുന്നത്. ഒന്നും എല്ലാവർക്കും അതറിയാം. രാഹുൽ അത്ര വലിയ മാന്യനാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. ഇപ്പൊ നടക്കുന്നത് ബലാത്സംഗം, പീഡനം, പോക്സോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ വെച്ചുകൊണ്ട് ആൾക്കാർ ക്യാഷ് ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ RP റേറ്റ് മറ്റുള്ള സംഭവങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് വാർത്താ ഏജൻസികളും മാധ്യമ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ അവരുടെ TPR റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കാർ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഒന്നും കൂടെ ഹൈപ്പാക്കിയിട്ട് വിടുകയും ചെയ്യും. ഇനി കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കോയമ്പത്തൂരായിരുന്നു, പൊള്ളാച്ചിയായിരുന്നു, പിന്നെ പറഞ്ഞു കർണാടകത്തിലാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഷെഡ് കിട്ടിയെന്ന് വരെ ഉള്ള വാർത്തകളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതാണ് തൽക്കാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് സംരക്ഷണം ഒരുക്കിയത്, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ബാക്കിയുള്ള ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് പോക്കുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള തുടർ നടപടികളും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാർത്ത ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.